പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നവംബർ മാസം 13-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ അതേ പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതേ സ്വാഗതം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അത് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. സ്തോത്രം, ആമേ സ്തോത്രം. ആർക്കും അതെ പ്രവചിച്ച് കൂടാത്തവണ്ണം വചനം പറയുന്നു, കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ കള്ളനല്ല, കള്ളനെ പോലെ ആമേൻ അവൻ വരുമെന്ന്. സ്തോത്രം. അവൻ കള്ളൻ ഏത് സമയത്ത് വരുന്നു എന്ന് അറിയത്തില്ല. ഏത് യാമത്തിൽ അതേ വീട്ടുകാരെല്ലാം നല്ല ഉറക്കം പിടിച്ചിരിക്കുമ്പോഴായിരിക്കുമല്ലോ കള്ളൻ വരുന്നത്. സ്തോത്രം. ആ കള്ളൻ വരുന്ന യാമം അറിയുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ വീട്ടുകാര് ഉണർന്നിരിക്കും. സ്തോത്രം. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഏത് സമയത്ത് വരുന്നു എന്ന് അറിയായ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്ന് ഇരിക്കുവാൻ ഇടയാകണം. സ്തോത്രം. ആമേ ഏത് സമയത്തും അതേ കർത്താവ് വരുവാൻ ഇടയാകും. സ്തോത്രം. വചനം പറയുന്നു, ആമേ സ്തോത്രം, ആമേ വരുവാൻ ഉള്ളവൻ വരും നിശ്ചയം, ആമേ താമസിക്കുക ഇല്ല എന്ന്. സ്തോത്രം. അവേ വരുവാൻ ഉള്ളവൻ വരും നിശ്ചയം. ആമേ സ്തോത്രം. ആമേൻ. റോമാലേഖനം 5-ാം അധ്യായം 30-ാം വാക്യത്തില് ഇപ്രകാരം പദമുണ്ട്: പ്രത്യാശയ്ക്കോ ഭംഗം വരിക ഇല്ല എന്ന്. സ്തോത്രം. കർത്താവിന്റെ വരവിനായിട്ട് ആരൊക്കെ ഒരുങ്ങി കാത്തിരിക്കുന്നുവോ അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും നിങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയെങ്കിൽ ആമേ സ്തോത്രം, അത് അപ്രകാരം തന്നെ സംഭവിക്കുവാനും ഇടയായിത്തീരും. സ്തോത്രം. കർത്താവിന്റെ വരവെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ആമേ സ്തോത്രം ആരൊക്കെ ആമേ സ്തോത്രം ക്രൂശിന് വേണ്ടി ഏൽപ്പിച്ചുവോ ആമേ അവരൊക്കെയും ആമേ കുറ്റിയവെങ്കിലേക്ക് നോക്കുവാന് ഇടയായിത്തീരും. സ്തോത്രം. കർത്താവിന്റെ വരവ് എല്ലാവരും കാണും. ലോകത്തിലുള്ള സകല ഗോത്രവും ഭാഷയും വംശവുമായ സകല ജാതികളും യേശുവിന്റെ മടങ്ങി വരവ് കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. മത്തായി 24-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. മത്തായി 24-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം അതിപ്രകാരം വായിക്കുന്നു: അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അതേ ഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്ന സകലരും എന്ത് ചെയ്യും? കർത്താവിന്റെ വരവ് കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ. അതേ യഹൂദ ജനങ്ങള് അവയെ തങ്ങൾ കുറ്റിവെങ്കിലേക്ക് അത് നോക്കുവാനും ഇടയായിത്തീരും. സ്തോത്രം.
വീണ്ടും മർക്കോസ് 14-62 ഇപ്രകാരം വായിക്കുന്നു. മർക്കോസ് 14:62 അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. അതെ, ആമേൻ, സ്തോത്രം. ആകാശമേഘങ്ങളോടെ വരുന്നത് നിങ്ങൾ കാണും. കർത്താവായ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, കോടാനുകോടി ദൂതന്മാരുമായിട്ട്, അതേ, സ്തോത്രം, ആകാശമേഘങ്ങളിൽ വരുവാൻ സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? അതേ, സ്തോത്രം. ആമേ 1 തെസ്സലോനിക്കർ 1-ാം അതിന്റെ 10-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു: വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തിലേക്ക് തിരിയണമെന്ന്. സ്തോത്രം. അതെ, വിഗ്രഹങ്ങളെ വിട്ട് എന്തു ചെയ്യണം? മിഥ്യാമൂർത്തികളെ വിട്ട് ദൈവമല്ലാത്തവരെ അവ സേവിക്കുന്നത് മതിയാക്കിക്കൊണ്ട്, സ്തോത്രം, ആമേ, ഈ സത്യം മനസ്സിലാക്കുമ്പോൾ, ഈ സത്യം അറിയുമ്പോൾ, സ്തോത്രം, അവ എന്ത് ചെയ്യണം? വിഗ്രഹങ്ങളെ വിട്ടുകൊണ്ട് സത്യദൈവത്തിലേക്ക് അടുക്കുവാൻ ഇടയാകണം. സ്തോത്രം. സത്യദൈവം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങള്, കൽപ്പനകളൊക്കെയും അനുസരിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റുകയാണെങ്കിൽ, സ്തോത്രം, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ആ സുദിനത്തില് ഞങ്ങളെ കേൾവിക്കാരായ എല്ലാവരും ആമേൻ, സ്തോത്രം, അവിടെ കാണണം എന്നുള്ള ആ പ്രത്യാശയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ആമേൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, സ്തോത്രം. പിതാവേ, അവിടുത്തെ വരവ് ഏത് സമയത്താണെന്നും അറിയാത്തത് കൊണ്ട് കർത്താവേ, ഉണർന്നും ജാഗരിച്ചും ഇരിക്കുവാൻ അടിയങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവമേ, രക്ഷിക്കപ്പെട്ടവരെ കർത്താവെ, ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവര് ഒന്നുകൂടി കർത്താവെ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ എന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവമേ, ഇത് കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് ദൈവമേ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ അവരെ കർത്താവ് ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് നിത്യക്ക് വേണ്ടി ഒരുങ്ങുവാൻ, അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അവരെ സഹായിക്കുമാറാകണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു പുതിയ ദിവസം നേരുന്നു. ആമേൻ.